അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹനീഫ് അലിപ്പറമ്പാണ്. അപ്പോൾ മർജാൻ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോയിട്ടുള്ളത് നമ്മുടെ ദുബൈ റാസൽ ഹൂറിലെ ഗ്രീക്ക് ഹാർബർ എന്ന് പറയുന്ന പ്രകൃതി രമണീയമായ സ്ഥലത്താണ്. നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വിസിറ്റ് വന്നതാണോ? വളരെ ഭംഗിയായി എൻജോയ് ചെയ്ത് ആസ്വദിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. പലപ്പോഴും നമ്മൾ മക്കളൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ല ആസ്വാദനത്തിന് പറ്റിയ ഒരു ഏരിയയാണ് ഗ്രീക്ക് ഹാർബർ എന്ന് പറയുന്ന ദുബൈ റാസൽ ഹൂറിനടുത്തുള്ള ഈ ഒരു പ്രദേശം. വളരെ ഭംഗിയായിട്ടാണ് ഇത് ക്രമീകരിച്ചു കൊണ്ടിട്ടുള്ളത്. നമുക്കറിയാം, ദുബൈയിൽ സഫാരി പാർക്ക് കാണാത്തവരും കേൾക്കാത്തവരും ഉണ്ടാവില്ല. ഹത്ത ഒമാൻ റൂട്ടിൽ ഈ സഫാരി പാർക്ക് കഴിഞ്ഞൊരു 2-3 കിലോമീറ്റർ കഴിഞ്ഞാൽ ദുബൈ മാൾ, അതുപോലെ തന്നെ ബുർജ് ഖലീഫയുടെയൊക്കെ റൂട്ടിൽ തന്നെ ഈ റാസൽ ഹൂറിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് ഗ്രീക്ക് ഹാർബർ എന്ന് പറയുന്ന വലിയ ബിൽഡിംഗ് സമുച്ചയങ്ങളും പ്രകൃതി രമണീയവും ഒത്തുകൂടുന്ന ഈ ഒരു സ്ഥലം ഏതായാലും ഫാമിലികൾക്ക് എൻജോയ് ചെയ്യാൻ വളരെ നല്ലൊരു സ്ഥലമാണ്. ദുബൈയെ ഏറ്റവും ഉന്നതിയിൽ നിർത്തുന്ന ഒരു കെട്ടിട സമുച്ചയമാണ് ബുർജ് ഖലീഫ എന്ന് പറയുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ മുൻനിരയിൽ നിൽക്കുന്ന ബിൽഡിങ്ങാണ് ബുർജ് ഖലീഫ. എന്നാൽ അതിനെയൊക്കെ വെല്ലുന്ന രൂപത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിരീക്ഷണ ഗോപുരം ഉപയോഗിച്ച് ആകാശത്ത് തുളച്ചു കയറാൻ ദുബായ് തയ്യാറെടുക്കുകയാണ്. ഒരു പുതിയ ലോക റെക്കോർഡിനായി ഇതിലൂടെ ദുബായ് ശ്രമിക്കുന്നുണ്ട്. 2010 ബുർജ് ഖലീഫ തുറന്നപ്പോൾ മുതൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമെന്ന തലക്കെട്ട് നിലനിർത്തിയിരുന്നു. എന്നാൽ കെട്ടിടം താമസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിനാൽ അത് ടവറായി യോഗ്യത നേടിയിരുന്നില്ല. ഇപ്പോൾ MR ദുബായ് ഗ്രീക്ക് ടവർ നിർമ്മിക്കുന്നതിനുള്ള കരാർ നൽകി. ഏകദേശം 1 കിലോമീറ്റർ ഉയരത്തിൽ ആകാശത്ത് തുളച്ചു കയറുന്ന മനുഷ്യനിർമ്മിത ഘടനയാണ് ഈ ഗ്രീക്ക് ടവർ എന്ന് പറയുന്നത്. പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് കളിക്കാനുള്ള സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ഒരു എയ്റോപ്ലെയിൻ അല്ലെങ്കിൽ ഫിഷിൻ്റെ ആകൃതിയിൽ നിർമ്മിക്കപ്പെട്ട ചെറിയ കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ പ്രകൃതിയെ നന്നായിട്ട് ആസ്വദിക്കാനൊക്കെ പറ്റിയ ഇടങ്ങളാണ് ഇവിടെ ഉള്ളത്. ദുബൈയുടെ ഈ ഒരു കിരീടം നിലനിർത്തുക എന്നുള്ളത് ദുബൈയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ UAE സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗ്രീക്ക് ടവർ പൂർത്തിയാക്കുക എന്നുള്ളത് ലോക പ്രശസ്തരായ വാസ്തുശില്പികളെ കൊണ്ടുവന്ന് രൂപകൽപ്പന നടത്തിയിട്ടുള്ളതാണ് ഈ ഒരു ഗ്രീക്ക് ടവർ എന്ന് പറയുന്നത്.
ദേശാടന പക്ഷികളെ ആകർഷിക്കുന്നതിൽ വളരെ പ്രശസ്തമാണ് ഈ തണ്ണീർത്തടങ്ങളൊക്കെ. ധാരാളം പക്ഷികൾ, ചെറിയ മത്സ്യങ്ങൾ എന്നിവയൊക്കെ അവിടുത്തെ ഒരു വലിയ ആകർഷണീയതയാണ്. ഏകദേശം 500-ലേറെ അരയന്നങ്ങൾക്ക് പിന്നെ പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട് ഈ ഒരു എന്താ പറയുക, റാസൽ ഖൈറിലെ ഈ ഗ്രീക്ക് ഹാർബറിന് ചുറ്റുമെന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. എന്തായാലും ഞങ്ങളൊരു ചൂട് സമയത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് വൈകിയാണ് അവിടെ എത്തിയത്. കുറച്ചും കൂടി ഒരു ചൂടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഒരു 4 മണി സമയത്തോടെ എത്തിക്കഴിഞ്ഞാൽ നല്ല ഒരു വൈബ് തന്നെയാണ്. നമുക്ക് അവിടുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു കാലാവസ്ഥ, അവിടുത്തെ ഒരു എന്താ പറയുക, കടലും കരയും ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്ന പ്രകൃതി രമണീയമായൊരു അന്തരീക്ഷം വലിയ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകും. നമ്മുടെ സങ്കടങ്ങൾ ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ ടെൻഷനൊക്കെ മാറ്റി നിർത്തി കുറച്ചൊരു നല്ല അന്തരീക്ഷം നമുക്ക് കിട്ടാൻ അതൊരു വലിയ കാരണമാണ്.
മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. മഗ്‌രിബ് നിസ്കാരവും കഴിഞ്ഞിട്ട് രാത്രിയുടെ ഒരു മനോഹാരിത കൂടി ആസ്വദിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവിടുന്ന് ആ ഒരു ഗ്രീക്ക് ഹാർബറിൽ നിന്ന് വിട പറയുന്നത്. അപ്പോൾ ഫാമിലിയായിട്ട് വരുന്നവർക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ നല്ല ഒരു മനസ്സിന് സന്തോഷം നൽകുന്ന, കുളിർമ നൽകുന്ന ഒരിടം തന്നെയാണ് റാസൽഖൂറിലെ ഗ്രീക്ക് ഹാർബർ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്.